AK ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെബ്സൈറ്റ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാ ആളുകൾക്കും ഒരുപാട് ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കാണുന്നതാണ് സ്വന്തമായ ഒരു വെബ്സൈറ്റ്. പണ്ട കാലങ്ങളിലൊക്കെ ചെറുപ്പക്കാർ ബൈക്ക് സ്വപ്നം കണ്ടിരുന്നു, അത് കഴിഞ്ഞ് കാറുകൾ സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ പല പല സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴൊരു കാര്യമാണ് എല്ലാവർക്കും അവർക്ക് സ്വന്തമായ ഒരു വെബ്സൈറ്റ് എല്ലാവർക്കും വളരെ താല്പര്യം. പക്ഷെ എന്തിന് വെബ്സൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ആംഗിളാണ്. അപ്പം ഇത് എന്ത് തരം വെബ്സൈറ്റ് ആണ് അവരവർക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത്. കാര്യം ഞാൻ ഏകദേശം ഒരു 23-24 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. AK ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഡിസൈനിങ് സ്ഥാപനം നടത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ ശരിക്കും ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. മെയിനായിട്ട് നമുക്ക് ഈ വെബ്സൈറ്റുകളെ രണ്ടായിട്ട് തിരിക്കാം, സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്നും ഡൈനാമിക് വെബ്സൈറ്റ് എന്നും. ഓക്കെ, അപ്പം സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഇന്റർനെറ്റിൽ ഇടുന്നു, അത് അതുപോലെ തന്നെ നിൽക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് ചെയ്തിരിക്കുന്ന കമ്പനി അല്ലെങ്കിൽ അത് ചെയ്തിരിക്കുന്ന ആളുടെ സഹായത്തോടു കൂടി മാത്രം അതിനകത്ത് ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വെബ്സൈറ്റാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ്. ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടെ യൂസറിന് ഇൻട്രാക്ഷൻ പോസിബിൾ ആണ്. ഡൈനാമിക് വെബ്സൈറ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് CMS വെബ്സൈറ്റ് എന്നും ഒന്ന് ഫ്രെയിം വർക്ക് വെബ്സൈറ്റ് എന്നും പറയും. CMS വെബ്സൈറ്റ് എന്ന് പറയുന്നത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് CMS എന്ന് പറയുന്നത്. വേഡ് പ്രസ് അതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് വെബ്സൈറ്റ് ഇല്ലാത്ത എന്ത് വേണമെങ്കിലും യൂസറിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് ഈ പറഞ്ഞ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് അഡ്വാൻറ്റേജും ഉണ്ട്, അതിന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും യൂസറിന് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് അത് ഒരു പറയുന്നതെങ്കിലും ഈ പറയുന്ന യൂസറിന് വെബ്സൈറ്റുകളെക്കുറിച്ചും കളർ തീമുകളെക്കുറിച്ചും ഫോണ്ടുകളെക്കുറിച്ചും ഫോണ്ടിന്റെ സൈസുകളെക്കുറിച്ചും കളറുകളെക്കുറിച്ചും ആ ഒരു ഡിസൈനിങ് ടീമിനെ കുറിച്ചൊക്കെ ഐഡിയ ഉള്ളൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ CMS വെബ്സൈറ്റ് ഒരു പരിധിവരെ നല്ലതാണ്. എന്നാൽ ഈ പറഞ്ഞ ഫ്രെയിംവർക്ക് ബേസ്ഡ് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് വെബ്സൈറ്റ് സ്റ്റാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇന്ററാക്ട് ചെയ്യേണ്ട ഏരിയയിൽ മാത്രം അതിന് ഒരു പ്രോഗ്രാമിന്റെ സഹായത്തോടെ ഇപ്പം PHP അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രോഗ്രാം വെച്ചിട്ട് അതിനൊരു ഇന്റർഫേസ് സെപ്പറേറ്റ് ഉണ്ടാക്കി അത് ചെയ്യേണ്ട ആൾക്ക് ലോഗിൻ ചെയ്ത് അത് മാത്രം മാറ്റാം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി ഒരുപാട് റെസ്ട്രിക്ഷനോട് കൂടി വളരെ ലിമിറ്റ് ചെയ്തുള്ള കാര്യങ്ങളും പിന്നെ കൂടുതലായിട്ടും ഇന്റേണലി കുറെ റിപ്പോർട്ട്സുകളോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുടെ റിപ്പോർട്ട്സുകളെ ട്രാക്കിങ് ഇങ്ങനത്തെയൊക്കെ കസ്റ്റം മോഡലിൽ, അതായത് ഒരു കമ്പനിക്ക് എന്താണോ വേണ്ടത് ആ ഒരു തരത്തിൽ ഒരു വെബ്സൈറ്റിനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കൂടുതലായിട്ടും ഈ ഫ്രെയിം വർക്ക് ലെവലിൽ ചെയ്യുന്ന വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് സൈറ്റ് വളരെ ചെലവ് കുറഞ്ഞതാ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരുപാട് പേജസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ വളരെ ചെലവ് കുറഞ്ഞൊരു സൈറ്റ് എന്ന് പറയാം. പക്ഷേ ഈ ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറയുന്നത് അല്പം ചെലവുള്ളതുമാണ്. അതിനകത്ത് ഒരു ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് നാട്ടിൽ വന്നിട്ടും അല്ലെങ്കിൽ നാട്ടിലെ പല ബിസിനസ്സുകൾ ഫ്ലോപ്പ് ആകുമ്പോൾ പലരും ഓൺലൈനിലോട്ട് ട്രൈ ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് പേർക്ക് പല പല ഡൗട്ടുകളുണ്ട്. എനിക്കൊരു വെബ്സൈറ്റ് വേണമെന്നാണ് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത്. അത് ഒരുപക്ഷെ അവർക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആകാം, അവർക്ക് ഡൈനാമിക് വെബ്സൈറ്റ് ആകാം, ഈ പറയുന്ന ഡൈനാമിക്കിൽ E-കൊമേഴ്സ് ലെവലിലുള്ള വെബ്സൈറ്റുകളാകും. അപ്പോൾ E-കൊമേഴ്സ് വെബ്സൈറ്റ് എല്ലാവർക്കും തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കുറേ കാര്യങ്ങളുണ്ട്. E-കൊമേഴ്സ് വെബ്സൈറ്റിൽ തുടങ്ങണമെങ്കിൽ മെയിനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ടീം എപ്പോഴും ആവശ്യമായിട്ട് വരും. കാര്യം ഈ പറയുന്നത് ഇതിനകത്ത് പ്രോഡക്ട്സുകൾ അപ്ഡേറ്റ് ചെയ്യാനും ഇതിൻ്റെ കണ്ടന്റുകൾ അപ്ഡേറ്റ് ചെയ്യാനും സീസൺ ഓഫറുകൾ ഇടാനും അങ്ങനെ ഒരു ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് സത്യത്തിൽ നമുക്കൊരു E-കൊമേഴ്സ് ലെവലിലുള്ള ഒരു വെബ്സൈറ്റ് റൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത്രയൊക്കെ പറയുന്ന കോംപ്ലിക്കേഷന് പോകാതെ നമുക്കൊരു കാറ്റലോഗ് ബേസ്ഡ് വെബ്സൈറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഇപ്പോൾ വെബ്സൈറ്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ഐഡിയാസോ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ചെയ്യാനൊരു പ്ലാനോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9440619998. ഞാൻ ഏകദേശം 20-23 വർഷമായിട്ട് ഒരു വെബ്സൈറ്റ് ഡിസൈനിങ് സ്ഥാപനം തന്നെ നടത്തുന്നുണ്ട്, AK ഡിസൈൻസ് എന്ന് പറഞ്ഞ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ളൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന പോലെ വെബ്സൈറ്റ് എന്നെ കൊണ്ട് ഡിസൈൻ ചെയ്യണം അങ്ങനെയൊന്നും ഒരു നിർബന്ധവുമില്ല. ഫ്രീ ആയിട്ട് സംസാരിക്കാൻ മാത്രം ആർക്ക് വേണമെങ്കിലും വിളിക്കാം, ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത് വേറെ എവിടെ വേണമെങ്കിലും കൊണ്ട് ചെയ്യാം, അതിലൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ട വെബ്സൈറ്റ് ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇതിൽ
ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. പല ആളുകളും വെബ്സൈറ്റ് തുടങ്ങിക്കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ വെബ്സൈറ്റ് വേണ്ട എന്ന് വെക്കുന്ന ഒരു പ്രവണത കുറേ നാളുകളായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ഇപ്പം ഞാനൊരു ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് പറയാണ്, മെയിനായിട്ട് പലപ്പോഴും സംഭവിക്കുന്നത് ചെയ്യാനുള്ള ബിസിനസ് എന്താണെന്നോ അവർക്ക് ഏത് തരത്തിലുള്ളൊരു വെബ്സൈറ്റ് ആണോ വേണ്ടതെന്ന് കറക്റ്റ് തീരുമാനമില്ലാതെ വെബ്സൈറ്റ് എന്നും പറഞ്ഞ് ചെയ്ത് അതിലോട്ട് ഇറങ്ങി അതിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അതിൽ നിന്നൊന്നും കിട്ടാതായി വരുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു ഡിപ്രഷനും ഈ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയോട് തോന്നുന്ന ഒരു ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ കൊണ്ടാണ് പല ആളുകളും ഈ പറയുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് വിട്ടുപോകുന്നത്. വെബ്സൈറ്റ് പോലെ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പോലും ഒരുപക്ഷെ ചിലപ്പം അവർക്ക് നോർമൽ ലെവലിൽ ബിസിനസ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരുപാട് ഫ്രീ ആപ്ലിക്കേഷൻസും സോഷ്യൽ മീഡിയ സപ്പോർട്ടിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. ഇതിലൊന്നും തന്നെ ട്രൈ ചെയ്യാതെ ആദ്യം തന്നെ ഒരു വലിയ ഒരു ഇ-കൊമേഴ്സ് പോർട്ടലിലോട്ട് തന്നെ കയറി അവസാനം ഇ-കൊമേഴ്സ് പോർട്ടൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും അങ്ങനത്തെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വെബ്സൈറ്റുകളുടെ ലോകത്താണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വെബ്സൈറ്റ് എന്നതിനുപരി എന്ത് തരം വെബ്സൈറ്റ് ആണ് നമുക്ക് ആവശ്യം, നമ്മളുടെ റിക്വയർമെന്റ് എന്താണ്, നമുക്ക് എത്ര രൂപ ചെലവാക്കാൻ പറ്റും, നമുക്ക് എത്ര രൂപ മാസം ചെലവാക്കാൻ പറ്റും, വർഷം ചെലവാക്കാൻ പറ്റും, ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് നമുക്ക് കയ്യിലൊതുങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു വെബ്സൈറ്റ് മാത്രമേ നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാവൂ. അപ്പം ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സംശയമുള്ളവർക്ക് എന്നെ തീർച്ചയായിട്ടും വിളിക്കാം. എന്നോട് എന്ത് വേണമെങ്കിലും സംശയങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഇതിനൊന്നും എനിക്കൊരു പേയ്മെൻറ്റും ഞാൻ ആവശ്യപ്പെടുന്നതല്ല. അതുപോലെ ഇതുമായി സംസാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വർക്ക് എന്നെ ഏൽപ്പിക്കണമെന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന കേരളത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാം. അതൊന്നും ഒരു പ്രോബ്ലം ഉള്ള കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ ഒരു പൈസ മുടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് വേണ്ടതെന്താണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന എന്താണ് എന്ന് നമുക്കൊരു മുൻകൂർ ധാരണയോടുകൂടി മാത്രം നിങ്ങൾ ഇതിന് ചെയ്യാനായിട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു ചെറിയ അറിവിലേക്കും വേണ്ടിയാണ് ഞാൻ സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ടെക്നിക്കൽ ലെവലിലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. നിങ്ങൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്.